മൈസൂരിൽ കൊള്ള നടത്തിയ മലയാളിയായ പ്രതിയെ പോലീസ് വെടിവെച്ചു. ആലപ്പുഴ സ്വദേശി ആദർശിനെയാണ് മൈസൂർ പോലീസ് വെടിവെച്ചത്. തെളിവെടുപ്പിനിടെ പ്രതി ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴാണ് വെടിയുതിർത്തതെന്ന് പോലീസ് അറിയിച്ചു. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, എന്താണ് അവിടെ സംഭവിച്ചത്? ഇയാൾ ഏത് കേസിലാണ് ഈ മലയാളിയായ ആലപ്പുഴ സ്വദേശി ആദർശിനെ മൈസൂർ പോലീസ് പിടികൂടിയത്? കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, ഇക്കഴിഞ്ഞ ജനുവരി മാസം 20-ാം തീയതി നടന്ന ഒരു കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ പ്രതികളെയൊക്കെ പോലീസ് പിടികൂടുന്നത്. അന്ന് കൊടുവള്ളി സ്വദേശിയായ ഒരു ബിസിനസ്സുകാരൻ, കൊടുവള്ളിയിൽ ചോക്ലേറ്റിൻ്റെയും മറ്റും ബിസിനസ് നടത്തുന്ന ആളാണ്. അദ്ദേഹം മൈസൂരുവിലെത്തി, സുഹൃത്തിനോടൊപ്പം മൈസൂരുവിലെത്തി മടങ്ങുമ്പോഴാണ് അവിടെ വെച്ച് ജയപുര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് ഒരു സംഘം എത്തി, വാഹനത്തിലെത്തി ഇവരെ തടഞ്ഞു നിർത്തി ആക്രമിക്കുന്നത്. വാഹനവും ഒപ്പം 1,50,000 രൂപയും ഇയാളുടെ മൊബൈൽ ഫോണും ഒക്കെ തന്നെ ഈ അക്രമി സംഘം കൊണ്ടുപോവുകയും ചെയ്തു. ഇതിലാകെ 7 പ്രതികളുണ്ട് എന്നതായിരുന്നു അന്ന് പോലീസിന് നൽകിയ മൊഴി. ഇതേ തുടർന്ന് പിന്നീട് മൈസൂർ പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഈ കേസ് വ്യാപകമായി അന്വേഷിക്കുകയായിരുന്നു. ഈ പ്രതികളെക്കുറിച്ച് പിന്നാലെ സൂചനകൾ കിട്ടി. കേരളത്തിൽ നിന്നുള്ള മലയാളികൾ തന്നെയാണ് ഇതിന് പുറകിൽ എന്നുള്ള സൂചന പോലീസിന് കിട്ടിയിരുന്നു. അങ്ങനെ വ്യാപകമായ അന്വേഷണത്തിനൊടുവിൽ ആദ്യഘട്ടത്തിൽ 3 പ്രതികളെ പിടികൂടി. പിന്നെയും 3 പ്രതികളെ കൂടി പിടികൂടിയിട്ടുണ്ട്. ആകെ 7 പേരിൽ 6 പേരും ഇപ്പോൾ പോലീസ് പിടിയിലായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പിടികൂടിയ 3 പ്രതികളാണ് ആദർശ്, വിജേഷ്, ഒപ്പം ശ്രീജിത്ത് എന്നിവർ. ആദർശ് നിരവധി ക്രിമിനൽ കേസുകൾ മുൻപുമുള്ള ആളാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. കാപ്പ വരെ ചുമത്തിയിട്ടുണ്ട് എന്നും അറിവാവുന്നുണ്ട്. കരുവാപ്പറ്റ സ്വദേശി ആണ്. അദ്ദേഹം ആലപ്പുഴ ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇദ്ദേഹത്തെ ഈ 3 പേരെയും ഇന്നലെ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോലീസ് എത്തിച്ചു. ജയപുര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം അന്ന് നടന്ന ഇടം. അവിടേക്ക് എത്തിച്ച് മറ്റ് നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് തനിക്ക് മൂത്രമൊഴിക്കാൻ പോകണമെന്ന് പറഞ്ഞ് ഒരു ഭാഗത്തേക്ക് അയാൾക്ക് മാറാനുള്ള സൗകര്യം അയാൾ തന്നെ ഉണ്ടാക്കി. അവിടെ നിന്ന് ഒരു ബിയറിന്റെ ബോട്ടിലെടുത്ത് അത് പൊട്ടിച്ച് പോലീസിന് നേരെ ആക്രമിക്കാൻ ഇയാൾ ആഞ്ഞു എന്നതാണ് പോലീസ് പറയുന്നത്. പിന്നാലെ പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചതിന് ശേഷം അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആദ്യം ഒരു പോലീസുകാരൻ ആകാശത്തേക്ക് വെടിവെച്ചു. പിന്നീട് ദീപക് എന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഇദ്ദേഹത്തിന്റെ ആദർശിന്റെ കാലിലേക്ക് വെടിവെച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ KR ആശുപത്രിയിൽ ഈ പോലീസും ഈ പ്രതികളും ഒക്കെ തന്നെ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ വെടിവെപ്പ് നടന്നത്. ഇന്നലെ പകൽ ഇവരെ കേരളത്തിൽ നിന്ന് പോലീസ് പിടികൂടി എന്നതാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് കേരളത്തിൽ നിന്ന് ഈ മൈസൂരുവിലേക്ക് എത്തിക്കുന്നു. സംഭവം നടന്ന ഇടത്തേക്ക് എത്തിക്കുന്നു. രാത്രിയോടെയാണ് അവിടെ എത്തുന്നത്. പിന്നീട് മഹസർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റ് പോലീസിന്റെ നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് പോലീസിന് നേരെ ഈ ആദർശ് തിരിഞ്ഞത്. അങ്ങനെയാണ് പോലീസ് പിന്നീട് ഈ ഓടി രക്ഷപ്പെടുന്ന പ്രതിയുടെ കാലിലേക്ക് വെടിവെക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയത്. വിജയകുമാർ, ആലപ്പുഴ സ്വദേശി ആദർശിനെയാണ് മൈസൂർ പോലീസ് വെടിവെച്ചത്. തെളിവെടുപ്പിനിടെ ഇയാൾ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് വെടിയുതിർക്കുകയായിരുന്നു. ഇയാൾ ഇപ്പോൾ ചികിത്സയിലാണ്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.